ദൈവരാജ്യം എന്തിനോട് സദൃശമാണ്? ദൈവരാജ്യത്തെ എന്തിനോടാണ് ഉപമിക്കുക എന്നീ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ യേശു അവതരിപ്പിക്കുന്ന രണ്ടേ ഉപമകളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. കടുകുമണിയുടെയും പുളിമാവിൻ്റെയും ഉപമകൾ. തടഞ്ഞു നിർത്താനാകാത്ത വിധത്തിൽ ദൈവരാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നും അതിൻ്റെ വളർച്ച മുരടിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നുമാണ് യേശു പഠിപ്പിക്കുന്നത്. കടുകുമണി അത് വളർന്ന് വലുതായി ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ ശാഖകളിൽ ചേക്കേറുന്നു. പഴയ നിയമത്തിലെ തിരുവചനങ്ങൾ കൊണ്ടാണ് ഈ ഉപമയുടെ നിറക്കൂട്ട് യേശു ചാലിച്ചെടുത്തത്. ആകാശപ്പറവകൾ അവയുടെ തീരത്ത് വസിക്കുന്നു, മരക്കൊമ്പുകൾക്കിടയിലിരുന്ന് അവ പാട്ടുപാടുന്നു എന്ന് 104 സങ്കീർത്തനം 12 വാക്യത്തിൽ നാം കാണുന്നു. ഭൂമിയുടെ മധ്യത്തിൽ വളരെ ഉയരമുള്ള വൃക്ഷം ഞാൻ കണ്ടു. ആ വൃക്ഷം വളർന്നു വലുതായി, അതിൻ്റെ അഗ്രം ആകാശം വരെ എത്തി. ആകാശപ്പറവകൾ അതിൻ്റെ കൊമ്പുകളിൽ വസിച്ചു എന്ന് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 4 അധ്യായത്തിലും നാം കാണുന്നു. ദൈവരാജ്യത്തിൽ അഭയം കണ്ടെത്തുന്ന വൈവിധ്യമാർന്ന ജനത്തെയാണ് ഇതുദ്ദേശിക്കുന്നത്. യേശുവിൽ സന്നിഹിതമായ ദൈവരാജ്യത്തിലേക്ക് വൈവിധ്യമാർന്ന ആളുകൾക്ക് പ്രവേശനം നൽകിയതിനെയാണല്ലോ യഥാർത്ഥത്തിൽ അന്ന് മതമേധാവികൾ എതിർത്തത്. എന്നാൽ തൻ്റെ നയത്തിൽ മാറ്റം വരുത്താൻ സാധ്യമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് യേശു ദൈവരാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന വിരുന്നുകളിലേക്ക് വിജാതിയരെ ക്ഷണിക്കുന്ന സംഭവങ്ങളും ഉപമകളും നാം ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. രണ്ടാമത്തെ ഉപമയിൽ ഒരു സ്ത്രീ 3 അളവ് മാവിൽ അത് പുളിക്കുവോളം ചേർത്ത് വെച്ച പുളിപ്പ് പോലെ ദൈവരാജ്യം എന്ന് യേശുനാഥൻ പറയുന്നു. ഒരു പുരുഷൻ നട്ട കടുക് ചെടിയുടെ ഉപമയിലൂടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യം ആവിഷ്കരിച്ച യേശു ഇവിടെ ഒരു സ്ത്രീയെ കഥാപാത്രമാക്കുന്നു. ഈ ഉപമയിൽ നമ്മെ വിസ്മയിപ്പിക്കുന്ന പല സംഗതികളുമുണ്ട്. ഒന്ന്, യഹൂദർക്ക് പുളിപ്പ് അശുദ്ധ വസ്തുവാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളാണല്ലോ അവർ ആഘോഷിക്കാറുള്ളത്. ഫരിസേയരുടെ പുളിപ്പിനെ സൂക്ഷിക്കണമെന്ന് യേശുവും പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും ദൈവരാജ്യത്തെ അശുദ്ധമായ പുളിപ്പിനോട് ഉപമിച്ചിരിക്കുന്നു. 2, മാവിൽ മറഞ്ഞിരിക്കുന്ന പുളിപ്പ് പോലെ ദൈവരാജ്യം മറഞ്ഞിരിക്കുകയാണ്. ദൈവരാജ്യം സന്നിഹിതമല്ല എന്ന തോന്നലാണ് ഇതുണ്ടാക്കുന്നത്. 3, തിരുനാൾ ആഘോഷിക്കാനായി അപ്പം തയ്യാറാക്കുന്ന സ്ത്രീയാണ് 3 അളവ് മാവ് എടുക്കുന്നത്. ദൈവികമായ വെളിപാടിനോട് പ്രസാദാത്മകമായി പ്രത്യുത്തരിക്കുന്ന തിരുനാളിനുള്ളിലാണ് പുളിപ്പ് മറഞ്ഞിരിക്കുന്നത്. എന്താണ് ലൂക്കായിലെ യേശു ഈ ഉപമകളിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത്? 1, ശുദ്ധം ഏത് അശുദ്ധം ഏത് എന്നൊക്കെ നാം പരമ്പരാഗതമായി വിലയിരുത്തുന്നതിനോട് യേശു യോജിക്കുന്നില്ല. അവയെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് യേശു ആഹ്വാനം ചെയ്യുന്നു. ലൂക്കായുടെ സുവിശേഷത്തിലെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണിത്. മനുഷ്യരെ ശുദ്ധരും അശുദ്ധരും എന്ന് വർഗീകരിക്കുന്നതിനോടും മൃഗങ്ങളെ ശുദ്ധമെന്നും അശുദ്ധമെന്നും വിവേചിക്കുന്നതിനോടും യേശു യോജിക്കുന്നില്ല. 2, വാസ്തവത്തിൽ ലോകത്ത് ദൈവരാജ്യം സന്നിഹിതമാണെങ്കിലും അത് ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും മറഞ്ഞിരിക്കുന്നു. കാരണം ദൈവം എന്തു ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും എപ്പോൾ ചെയ്യണമെന്നും നിശ്ചയിക്കുന്ന ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവർക്ക് എങ്ങനെയാണ് ദൈവത്തെ കാണാൻ കഴിയുക? 3, കാണാൻ കണ്ണുള്ളവർക്കും കേൾക്കാൻ കാതുള്ളവർക്കും ദൈവരാജ്യത്തിൻ്റെ വെളിപാട് ദൃശ്യമാണ്. മാവിനെ പുളിപ്പ് പുളിപ്പിക്കുമോ എന്ന ആശങ്ക അസ്ഥാനത്താണ്. മറിച്ച് എന്തൊക്കെ തോന്നിയാലും പുളിപ്പ് അതിൻ്റെ ലക്ഷ്യം നിറവേറ്റുന്നത് പോലെ ദൈവരാജ്യം ഈ ഭൂമിയിൽ സന്നിഹിതമാണ്. അത് ഇക്കാലത്തും ലോകജനതയെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം പൂർണ്ണമായും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ ദൈവരാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നു. ദൈവരാജ്യ അനുഭവത്തിൽ വളരാൻ നമുക്കും പരിശ്രമിക്കാം. ദൈവരാജ്യം വളർത്തുന്നതും പരിപോഷിപ്പിക്കുന്നതും ദൈവമാണ് എന്ന തിരിച്ചറിവും നമുക്കുണ്ടാകട്ടെ.